എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കണ്ടോ എല്ലാവരും? കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ അഖിൽ പറഞ്ഞു, ചേച്ചി ഒരു അഖിലിന് ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്, കണ്ണുനീരെന്ന്. അത് ഞാൻ പാടാം ഉടനെ. ഇന്ന് ഇത്തിരി സമയമില്ലാതായിപ്പോയി മോനെ. പാടാം ഞാൻ, തീർച്ചയായിട്ടും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പാടാം. എളുപ്പം ഇന്ന് ഇത്തിരി ലേറ്റായിപ്പോയി. ഞാൻ പറഞ്ഞു 7:30 ആകുമ്പോൾ ഇനി ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അതിനിരിക്കണമെന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ ഈ പറഞ്ഞ ഇൻട്രോ എല്ലാവരും കേട്ട് ഇന്നത്തെ ഞാൻ ആ നാട്ടിലത്തെ സംഭവം പറഞ്ഞിട്ട് ആരും അതിനെപ്പറ്റി ഒരു കാര്യവും പറഞ്ഞില്ല. ഇനി ആരും കണ്ടില്ലോ. അഖിൽ കണ്ടെന്ന് പറഞ്ഞു. അഖിൽ പറഞ്ഞു, ചേച്ചി അത് കണ്ട് എന്താ കഷ്ടമെന്നൊക്കെ. എന്തോ ചെയ്യാനാ. അപ്പോൾ ഇനി എന്താ, ഇന്നത്തെ വീഡിയോയും നിങ്ങൾ കാണുമോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇല്ലേ റൂമിൻ്റെ സ്മെല്ലിന് വേണ്ടി കംഫർട്ടിൻ്റെ. അപ്പം മായ പറഞ്ഞു, ചേച്ചി അതിൻ്റെ അകത്ത് സ്ഥലം പോയി ഒരിച്ചിരി കല്ലുപ്പൂടി ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ച് വെക്കുവാണെങ്കിൽ ഒരാഴ്ച തന്നു, 9 ദിവസം തന്നു, അത്രയും ദിവസമൊക്കെ മണം നിൽക്കുമെന്ന് പറഞ്ഞു. ഇവിടെ കല്ലുപ്പ് വാങ്ങിക്കാറില്ല. റേച്ചാണത് ചോദിക്കണം, ഇവിടെ എവിടെയെങ്കിലും കല്ലുപ്പ് കിട്ടുന്നിടം ഉണ്ടോയെന്ന്. അങ്ങനെയാണെങ്കിൽ ഇച്ചിരി കല്ലുപ്പ് വാങ്ങിച്ച് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ ഒക്കെ ആണെങ്കിൽ ചില വീഡിയോയിലൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട്, ഇങ്ങനെ കോട്ടൺ വെച്ചിട്ട് അതിൻ്റെ അകത്ത് കംഫർട്ട് ഇങ്ങനെ മണമുള്ളതൊക്കെ ഒഴിച്ച് വെച്ചാൽ റൂമിൽ എന്നിട്ട് പാത്രത്തിൽ ഒരു പ്ലാസ്റ്റിക് ഡബ്ബയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഹോളിട്ടാൽ നല്ല മണം വരും. പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലായിരുന്നു. പക്ഷേ ഇതെനിക്ക് മണം കിട്ടിയിട്ടുണ്ട് കേട്ടോ, നല്ല ഇതായിരുന്നു. ഞാൻ ഇന്നും ഇച്ചിരി മീൻ വറുത്തുണ്ട്, ഞാൻ അത് തിളപ്പിച്ച അത് ഇന്നലെ എന്നിട്ട് ഞാൻ അങ്ങനെ അടച്ചു വെച്ചു. സ്റ്റീൽ, അഥവാ നമ്മൾ എന്തെങ്കിലും അടയ്ക്കുമെങ്കിൽ ആ അടപ്പിനൂടെ മണോ. അതുകൊണ്ട് ഞാൻ ഇത്തിരി അങ്ങനെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്ത ഒരു പാത്രത്തിന് അടപ്പെടുത്തിട്ട് അടച്ചു വെച്ച്, എന്നിട്ട് ഞാൻ വീണ്ടും തിളപ്പിച്ചു. അങ്ങനെ കളഞ്ഞില്ല, ഞാൻ ഒരു യൂസ് ചെയ്തിട്ട് ഞാൻ കളഞ്ഞില്ല, അങ്ങനെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പോൾമോൻ ഇന്ന് അവൻ പോകുന്നില്ലെന്ന് പറഞ്ഞിരുന്നു. അവൻ്റെ സാറിൻ്റെ ക്ലാസ്സസിലെ സാറിൻ്റെ ബർത്ത്ഡേ. അപ്പം രാവിലെ പിള്ളേർ വന്ന് വിളിച്ച് വാടാ അമ്മക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ പൈസ ഇവരെല്ലാവരും കൂടെ കളക്ട് ചെയ്ത് ഒരു കേക്ക് വാങ്ങിച്ച് സാറിനെയും കൂടെ മുറിക്കും. അവിടെ ചെന്നുണ്ടെ ഇവരുടെ ക്ലാസ്സിൽ പെങ്കൊച്ചുങ്ങളുണ്ടല്ലേ, അവളുമാരെല്ലാം കൂടെ പറഞ്ഞ് നമുക്ക് ഇവിടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ എല്ലാം ഡെക്കറേറ്റ് അവർ വന്നപ്പോൾ ഒരു സഭയായി. പിന്നെ സാർ അവർക്ക് പാവുഭാജിയൊക്കെ വാങ്ങിച്ചു കൊടുത്തെന്ന് പറഞ്ഞു. ഇവന്മാർ എല്ലാവരും കൂടെ പൈസ ഇട്ട് കേക്കൊക്കെ വാങ്ങിച്ച് സാറിനെ കൊണ്ട് മുറിപ്പിച്ചെന്ന് പറയുന്നു. ഓക്കെ, രാവിലെ പിള്ളേർക്ക് കുടിക്കാനുള്ളത് ബൂസ്റ്റൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ദോശയ്ക്ക് കടലക്കറി കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ കടലയും ഇച്ചിരി ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഞാൻ അതങ്ങ് വേവിച്ച് വെക്കും. എന്നിട്ട് രാവിലെ ഞാൻ കടുക് വറുക്കത്തുള്ളൂ. കാരണം ഇവിടെ അടുക്കളയും ഹോളൂടെ അടുത്തായതുകൊണ്ട് രാവിലെ നമ്മൾ ഈ കുക്കറിൽ ഇങ്ങനെ വിസിലടിക്കുന്നുണ്ടെങ്കിൽ ഉറങ്ങുന്നവരൊക്കെ ഉറങ്ങിക്കോട്ടെ, സൗണ്ട് കേൾക്കുമ്പോൾ എണ്ണീക്കുമെന്നും പറഞ്ഞു ചുരുക്കം ചില ദിവസമേ ഞാൻ രാവിലെ ഉണ്ടാക്കാറുള്ളൂ. അഥവാ മറന്നു പോവുകയാണ് ചെയ്യുവാണെങ്കിൽ. അല്ലെങ്കിൽ കൂടുതൽ ഞാനിങ്ങനെ തലേന്ന് ഉണ്ടാക്കി വെക്കും, രാവിലെ കടുക് വറുക്കും, അങ്ങനെ ചെയ്യുന്നത്. അപ്പം ദോശ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ചായയൊക്കെ റെഡിയായി. ഞാനിപ്പം ചായയൊക്കെ ഒന്ന് ആറ്റിച്ചെടുക്കട്ടെ. ഞാൻ 1 2 3 പകുതി അങ്ങോട്ട് പഠിച്ചത്, അങ്ങനെ കണ്ടാ പറഞ്ഞേ. ദോശയൊക്കെ പിന്നെ മറ്റേ തവയും കൂടെ വെച്ച് കട്ടി കുറഞ്ഞതൊക്കെ അങ്ങ്
ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചമ്മന്തി ഇച്ചിരി ഉണ്ട്. ഇപ്പം കടല വേണ്ടെങ്കിൽ കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചട്നി അതുകൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പോളിനാണെങ്കിൽ ചൂടോടെ ഇല്ല കടിക്കുമ്പോൾ കിറാന്ന് കേൾക്കണം, അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണേന്ന് പറയും. രാവിലെ എല്ലാ വീട്ടമ്മമാർക്കും മോർണിംഗ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര സമയക്കുറവായിരിക്കും. ഈ വീട്ടിലുള്ളവർക്കാണെങ്കിൽ പിന്നെ സാവകാശം ഉച്ചക്കത്തൊക്കെ ചെയ്താൽ മതി. പിന്നെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീട്ടിലത്തെ ഉച്ചക്കത്തെ രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം ചെയ്തിട്ട് വേണ്ടേ അവർക്ക് ഓഫീസിൽ പോകാൻ. പിന്നെ വൈകിട്ടും വന്ന് പാവങ്ങൾ അതുപോലുള്ള ജോലി തിരക്കിലല്ലേ. അപ്പം ഹൗസ് വൈഫിനൊക്കെ അമ്മക്കൊക്കെ അത്രയും കുഴപ്പമില്ല. അപ്പോൾ കടലയും റെഡി ആയിട്ടുണ്ട്. കടലയ്ക്ക് ഞാൻ കടുകൊക്കെ വറുത്ത് ചേർത്തു. ഇന്ന് പ്രൈസൻ അവസാനം കഴിച്ച പ്രൈസൻ പറഞ്ഞു എനിക്ക് ചമ്മന്തിയും വേണം കടലയും വേണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഒരു ദോശയിൽ ചമ്മന്തിയിൽ കൂട്ടി ആദ്യം പിന്നെ കടലയിൽ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് കൊണ്ടുപോകാനായിട്ട് ടിഫിന് കൊണ്ടുപോകാൻ ഞാൻ മസാല ഇഡലിക്ക് വേണ്ടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇഡലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അവന് മസാല ഇഡലി ആകുമ്പം കുഴപ്പമില്ല. മസാല ഇഡലി ആണെങ്കിലും അവൻ്റെ കൂടെയുള്ള കൊച്ചുങ്ങൾക്കും ഭയങ്കര ഇഷ്ടമായത്. അപ്പം ചില പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം വന്നിട്ടുണ്ട്. അപ്പം ചിലർ മസാല ഇഡലിയുടെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം ഞാൻ ഉണ്ടാക്കിയ മസാല ഇഡലി കണ്ടല്ലേ, അതുപോലുള്ള 10 എണ്ണത്തിൻ്റെ ഇതാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുക് നന്നായി പൊട്ടണേ. എന്നിട്ട് ആ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ടെങ്കിൽ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ മിനി തട്ട് ഇഡലി എടുക്കുന്ന ഇതിനേക്കായി കുഞ്ഞു കുഞ്ഞു ഇഡലി ഉണ്ടാക്കുന്നുണ്ടല്ലേ, ഇതിനേക്കായി കുഞ്ഞു കുഞ്ഞു ഇഡലിയാണെങ്കിൽ ഒരു 20 എണ്ണത്തിനൊക്കെ ഈ അളവ് മതി. അപ്പോൾ കറിവേപ്പിലയും കൂടെ നന്നായി മുരിഞ്ഞ് വരണം. എന്നിട്ട് ഞാനങ്ങ് തീ ഓഫാക്കി ഒരു 30-40 സെക്കൻഡ് കഴിയുന്നുണ്ടെങ്കിൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി ഇപ്പം കൂടുതൽ എരിവ് കൂട്ടുന്നവരാണെങ്കിൽ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇനി തീ ഓണാക്കണ്ട, നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് ഈ ഇഡലിക്ക് ഒരു കളറ് കിട്ടുന്നത്. നമ്മുടെ സാധാ അല്ലാതെ മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് കറുത്തെന്ന് പറയാൻ അത്രയും ഒരു കളറ് കിട്ടത്തില്ല. എന്നിട്ട് ഇഡലി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ആ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യൽ ആദ്യം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇത് ഇത്തിരി ചൂട് കൂടുതലായതുകൊണ്ട്, അല്ലാതെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുഴപ്പമില്ല. ആ ഇഡലി ഇതാണ്ട് അതിലിങ്ങനെ ഒട്ടി പോയി. നോൺ സ്റ്റിക്കിലാണെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല, അത്ര ചൂടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആ ഇഡലി ഇട്ടപ്പോഴേ. എന്നിട്ട് ഈ ഇടയ്ക്കൊക്കെ ഒട്ടിയിരിക്കുമല്ലോ ചിലത്, അതിപ്പോൾ നമ്മൾ ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ വിട്ടെടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം എന്താണ്ട് നമ്മുടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ പ്രൈസൻ ഇച്ചിരി ചുമന്ന് ഇരിക്കുന്ന അവനിഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിള്ളേർക്ക് ഇതിന് കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കടുകിൻ്റെയും കറിവേപ്പിലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ അവൻ്റെ കൂടെയുള്ള കൊച്ചുങ്ങൾക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതൊന്ന് അവന് ടിഫിനിലാക്കി കൊടുക്കട്ടെ. ചമ്മന്തിയുടെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം, അതും നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല ഇങ്ങനെ ചെറുതായിട്ട്. പിന്നെ ഇതിനേക്കായി ചെറിയ ഇഡലിയാണെങ്കിൽ പിന്നെ അതിനേക്കായി കുറച്ചുകൂടെ മസാലയൊക്കെ അതിനകത്ത് പിടിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കറിവേപ്പില ഞാനിങ്ങെടുത്ത് മാറ്റി. അവന് പിന്നെ വീട്ടിലാണെങ്കിലും സൈഡിൽ ഇങ്ങനെ വെക്കുമല്ലോ പിള്ളേർ, അവിടെയും ചെയ്യും. എന്നാലും കൊടുത്തു വിടുമ്പം അങ്ങനെ കറിവേപ്പില വേണ്ടാന്നും പറഞ്ഞ് നമ്മൾ ആ കറിവേപ്പില 1 തണ്ട് തന്നെ ചേർക്കണം, എന്നാലേ ആ കറിവേപ്പിലയുടെയൊക്കെ ഫ്ലേവർ അങ്ങോട്ട് ഇറങ്ങത്തുള്ളൂ. അല്ലാതെ 1-2 ഇതിലിട്ടാൽ അത്രയും അങ്ങോട്ട് ഫ്ലേവർ വരത്തില്ല. അപ്പോൾ ഇന്ന് അവന് ഫ്രൂട്ട് ഡേ ആണ്. എൻ്റെ മൈൻഡിൽ ഫ്രൂട്ട് ഇരിപ്പുണ്ടെന്നായിരുന്നു, പക്ഷേ അതില്ലായിരുന്നു. അപ്പോൾ റേച്ചാൻ പോയി എന്തായാലും ഫ്രൂട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കുക. അവനാഴ്ച ഒരു ദിവസം ഫ്രൂട്ട് ഡേ ആണ്. അല്ലാതെ പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കൊടുക്കാം, പക്ഷേ ആ ദിവസം കമ്പൾസറിയാണ്. തിളയ്ക്കാൻ വെച്ചു. അരി തിളപ്പിച്ച് ഇട്ട് അടച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ റേച്ചാൻ പോയി ഫ്രൂട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ പൈനാപ്പിളും കൊണ്ടുവന്ന് പ്ലം കൊണ്ടുവന്നു. അപ്പം പ്ലം അവന് വേണ്ടാന്ന് പറഞ്ഞു, പൈനാപ്പിൾ മതിയെന്ന് പറഞ്ഞു. ഇതാണെങ്കിൽ ഒത്തിരി അങ്ങ്
കട്ടി കുറഞ്ഞ് കണ്ടാൽ അത്രയും നിങ്ങൾക്ക് തോന്നത്തില്ല. പക്ഷേ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഇതള് വരെ പൊടിഞ്ഞു പോകും. അതുപോലെ തിന്നായിട്ട് അവർ കട്ട് ചെയ്തേക്കുന്നത്. നമുക്കൊന്നും ഇങ്ങനെ കട്ട് ചെയ്യാറില്ല. അവരെ ആ മുള്ളെല്ലാം അവരൊരു പ്രത്യേക സ്റ്റൈലിലാണ് നമ്മൾ ചെത്തുന്നത് പോലല്ല ഈ ഇവർ ഈ ഫ്രൂട്ട്സുകാരന്മാർ ചെത്തുന്നത്. അവരൊരു ഇങ്ങനെ റൗണ്ട് അടിച്ച് അവർ അതിൻ്റെ സ്കിൻ കളയുന്നത്. അപ്പം ഇതിന് മധുരമില്ല എങ്കിലും ഇതിന് മധുരം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു മധുരം ഇല്ലാത്ത പൊട്ട പൈനാപ്പിൾ ആണെങ്കിലും വീട്ടിൽ വെക്കുവാണെങ്കിൽ നല്ല മണം, അതിൻ്റെ മണം സഹിക്കാൻ പറ്റത്തില്ല. ആ 2 ബോക്സ് ഒരു പൈനാപ്പിളാണെന്ന് തോന്നുന്നു ഇങ്ങനെ കട്ട് ചെയ്ത് 2 ബോക്സിലെ റീച്ചാൻ കൊണ്ടുവന്ന് 100 രൂപ. ഈ പ്ലമ്മും 1/2 കിലോ ആണെന്ന് തോന്നുന്നു 100 രൂപ. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാൻ നോക്കിയുണ്ടെങ്കിൽ ഇത്തിരി അകത്തോട്ട് ഹോള് പോലെ കേടല്ല. അപ്പോൾ അത് കുറച്ച് നേരം അങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. എനിക്കറിയാം ഇവിടുത്തെ പിള്ളേർക്ക് രണ്ടിനും ഈ പ്ലം അത്ര ഇഷ്ടമല്ല. കണ്ട നല്ല വിലയുമാ, കാണാനൊക്കെ രസമുണ്ട്. പണ്ടേ പോളിന് ഇഷ്ടമല്ല ഇത്. കൊച്ചവനും അതുപോലെ തന്നെ. പിന്നെ നമ്മളെന്തെങ്കിലും അച്ചാപോറ്റി പറയുവാണെങ്കിൽ ചിലപ്പോൾ തിന്നും. റൈച്ചാൻ ഇത് വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന് എന്നോട് വിളിച്ച് ചോദിച്ചതുമില്ല. താനിങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ഞാൻ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇവർക്ക് അത്ര താല്പര്യമില്ലെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി മോരടിക്കുന്നുണ്ട്. അത് നിങ്ങളെന്തൊക്കെയോ എന്നും ഇങ്ങനെ കുടിയാണ്. എന്നും ഇല്ല കേട്ടോ. ഇന്ന് മോരുണ്ടാക്കുന്നത് കൊണ്ട് ഇച്ചിരി ഞാൻ എടുത്തതാണ്. അത് സബ്ജാ സീഡ് ഇട്ട് കുടിക്കാനായിട്ട്. അപ്പം ഞാൻ ഇച്ചിരി ഇങ്ങനെ ഇതൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി റോക്ക് സോൾട്ട് സെപ്പറേറ്റ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത മോരെന്നാ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കും. ഇന്നലെ ഞാൻ അങ്ങനെ അങ്ങൊരു നാരങ്ങ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിഴിഞ്ഞ് കുടിച്ചത്. അല്ലെങ്കിൽ സ്റ്റോക്ക് കാണത്തില്ല, ചിലപ്പോഴേ നാരങ്ങ സ്റ്റോക്ക് കാണത്തില്ല. ഒരെണ്ണം അങ്ങനെ കാണും. അത് പിന്നെ ഈ പുകയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മളെടുത്ത് വെക്കും. ഇന്നലെ ഇപ്പം റിച്ചാൻ കഴിഞ്ഞ ദിവസം 3-4 കൊണ്ടുവന്നത് കൊണ്ട് നാരങ്ങ വെള്ളം എടുത്തതാണ്. അപ്പോൾ ഇതൊന്നും ഈ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ കുടിക്കുന്നത്. അവന് മധുരം ഇട്ട് ലസ്സി കൊടുക്കാമെങ്കിൽ അവൻ കുടിക്കും. ഇന്നാളെ ആലീസ് പറഞ്ഞായിരുന്നു ഉപ്പിട്ടും ലസ്സി ഉണ്ടാക്കാമെന്ന്. പക്ഷേ അവർക്ക് ഉപ്പിട്ട് വേണ്ടല്ലേ, അവർക്ക് മധുരം കലക്കി വേണം ലസ്സി. അപ്പോൾ ഒരു ചൂര ഇരിപ്പുണ്ടായിരുന്നു. അന്ന് 2 എണ്ണം കൊണ്ടുവന്നത്, ഒരെണ്ണം തീർന്നു. ഇതുകൂടെ ഇന്നിനിപ്പോൾ എടുത്ത് കണ്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഐസ് അങ്ങനെ പോയിട്ടില്ല. കൈ പിടിക്കുമ്പോൾ നല്ല മരവിപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇച്ചിരി തണുപ്പ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അന്തരീക്ഷം അതുപോലെ മീൻ ഞാൻ കുറേ നേരമായി വെളിയിലെടുത്ത് വെച്ചിട്ട്, എന്നിട്ടും അത് ഐസ് പോയില്ല. അപ്പോൾ അത് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ഈ നൈഫ് അങ്ങോട്ട് ഇറങ്ങുന്നുമില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനതാ അവിടെ പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ അകത്തിട്ട് മുക്കുന്നത്. എനിക്ക് ഈ നൈഫ് വാത്തലയില്ലെന്നല്ല, വാത്തലുണ്ട്. എനിക്ക് പേടി അത് കൊണ്ട് കൂടുതലിട്ട് ചെയ്യാൻ. അപ്പം മീനൊക്കെ ഇനിയും ഇച്ചിരി മത്തി മാത്രമേ ഇരിപ്പുള്ളൂ. അപ്പം ഞാനിന്ന് പറഞ്ഞ് നമുക്കൊന്നൊന്ന് പോകാമെന്ന്. അപ്പം റേച്ചാൻ സമയമില്ലായിരുന്നു, ഇന്നലെയും ലേറ്റായിട്ടാണ് വന്നത്. അപ്പം ഉള്ളത് കൊണ്ട് ഇപ്പം മീനുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്, ഇവിടെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഇല്ലെന്നല്ല, ലോക്കൽ ഉണ്ട് മാർക്കറ്റിൽ. അപ്പം ഇവിടുന്ന് വാങ്ങിക്കുന്ന ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു മീൻ അവരുടെ അടുത്ത് ചെല്ലുവാണെങ്കിൽ അവർ 250-300 രൂപ വാങ്ങിക്കും. അപ്പോൾ നമ്മൾ മലയാടി പോവുകയാണെങ്കിൽ 2 എണ്ണം നമുക്ക് ആ വിലയ്ക്ക് കിട്ടും. അതുകൊണ്ട് അവിടെ പോയി വാങ്ങിക്കാമെന്ന് വെച്ചാൽ. വിശപ്പടിച്ച് ഒരു പ്ലം കഴിക്കാൻ വേണ്ടി. ഓളെണ്ണം കഴിച്ചിട്ട് അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മീനൊക്കെ വെട്ടി വന്നപ്പോഴത്തേക്കിന് തളർന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാനവിടെ മീനുള്ളത് അരിയുകയും ചെയ്യും. അന്നേരം ഒരു പ്ലം എടുത്ത് കഴിക്കാമെന്ന് വെച്ചത്. അത് വാങ്ങിച്ചുകൊണ്ട് വന്നത് റേച്ചാനും കഴിക്കത്തില്ല, ആരും കഴിക്കത്തില്ല. ഡാഡിക്കും കൊടുത്ത്
അന്നേരം ഞാൻ പറഞ്ഞിട്ട് പ്രൈസം പിന്നെ പറഞ്ഞിടാ നല്ലയടാ ബുദ്ധിക്ക് നല്ല ഇതിനൊരിത്തിരി പുളിപ്പാണ്. അതെത്ര ആണെങ്കിലും അങ്ങോട്ട് നല്ല അങ്ങോട്ടൊരു മധുരം തോന്നില്ല. അപ്പം അവനോട് നല്ലയടാ ബുദ്ധി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഒരെണ്ണം എടുത്ത് തിന്നു. പിന്നെന്താ പിള്ളേർ കഴിക്കാത്തതെന്ന് എനിക്കറിയാത്ത, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടേ കഴിക്കും, എനിക്കറിയത്തില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മോരൊക്കെ അടിച്ചായിരുന്നു, മോരടിച്ച് രാവിലെ വെച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാണ് മോരുകറി വെച്ചത്. അപ്പോൾ ഞാൻ ഈ മോരിൻ്റെ ചില സമയത്തെ ഞാൻ അതിൻ്റെ അതിൻ്റെ മലായി എടുക്കാറുള്ളൂ. അപ്പോൾ ഈ മോരുകറി കൂട്ടുമ്പോൾ നല്ല നെയ്യാണ് കഴിക്കാത്തെല്ലാം ഒട്ടും. അപ്പോൾ നമ്മൾ പാൽപ്പാട എടുത്ത് മാറ്റുവാണെങ്കിൽ, കാരണം ഫുൾ ഫാറ്റ് മിൽക്കല്ലേ ഒഴിക്കുന്നത്, മാറ്റുവാണെങ്കിൽ ഇത്രയും വരത്തില്ല. അപ്പോൾ മീൻകറിക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഒന്ന് വഴട്ടി കറിവേപ്പില ഇട്ട് മീനും പറക്കിയിട്ടിട്ടുണ്ട്. എത്രയും ഇതിൽ പറ്റുമോ അത്രയും ഞാൻ വെച്ച്. ഇപ്പം നമുക്ക് 2-3 ദിവസം കഴിക്കാൻ കാണുമല്ലേ. അപ്പം ബാക്കി ഉള്ള ഒരു 3-4 പീസേ ഉള്ളായിരുന്നു ബാക്കി. തലയും ഞാൻ ഇന്നെടുത്ത്. എനിക്ക് ചൂരയുടെ തല ഭയങ്കര ഇഷ്ടമാണ്. മീനുകളി എനിക്ക് ഇഷ്ടമുള്ളത് ചൂരയുടെ തലയാണ്. അപ്പം മീനൊക്കെ ഇപ്പോൾ ഇവിടെ വറ്റി വന്നിട്ടുണ്ട്, റെഡിയായി മീനൊക്കെ. അപ്പോൾ ഇനി പയർ അരിഞ്ഞ്, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ രാവിലെ പയർ അരിഞ്ഞത്, ഇനി അതുകൂടെ ഒന്ന് തോരൻ വയ്ക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഞാൻ സവാളയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും എല്ലാം ഒന്ന് ഞെവിടിയിട്ടുണ്ട്. ഇനിയും വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി, നമ്മുടെ തോരനും റെഡിയായും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.